നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഒരു 14,000 രൂപയുടെ താഴെ ഹൈ ക്വാളിറ്റിയിൽ ഒരു തിയേറ്റർ സെറ്റപ്പ് ഉണ്ടാക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു കിഡിലൻ പ്രൊജക്ടറാണ് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഏകദേശം 1 month മുമ്പ് പ്രൊജക്ടറിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ആ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് കിട്ടി. ഒരുപാട് ആളുകൾ ആ വീഡിയോ വാച്ച് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതേപോലെ ഈ വീഡിയോയിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. ആ ഒരു വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ പലരും ചോദിച്ച ഒരു കാര്യമാണ് 15,000 അതിന്റെ താഴെ വരുന്ന ഒരു നല്ല പ്രൊജക്ടർ പരിചയപ്പെടുത്താനായിട്ട്. അപ്പൊ ഞാൻ 15,000 താഴെയല്ല 14,000 താഴെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്ടറുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. പിക്സ്പാക്ക് എന്ന് പറയുന്ന ബ്രാൻഡിന്റെയാണ് ഈ ഒരു പ്രൊജക്ടർ. ഈ ഒരു പ്രൊജക്ടർ ബൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. 14,000 രൂപയുടെ താഴെ ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും നല്ല പിക്ചർ ക്വാളിറ്റി ഉള്ള പ്രൊജക്ടറാണിത്. മാത്രമല്ല ഇതിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ബിൽഡ് ഇൻ ആപ്സും വരുന്നുണ്ട്. അതെന്താണ്, അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അതേപോലെ ഇതിന്റെ ഓഡിയോ ക്വാളിറ്റിയും ബെറ്റർ ആണ്. കാരണം നമുക്കറിയാം പ്രൊജക്ടറുകളുടെയൊക്കെ ഓഡിയോ ക്വാളിറ്റി വലിയ ശോകമായിരിക്കും. പക്ഷെങ്കിൽ ഈ ഒരു പ്രൊജക്ടറിന്റെ ഓഡിയോ ക്വാളിറ്റിയും പിക്ചർ ക്വാളിറ്റിയും എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുള്ള ഒരു ബഡ്ജറ്റ് പ്രൈസ് സെഗ്മെന്റിൽ വരുന്ന ഒരു കിഡിലൻ പ്രൊജക്ടറാണിത്. ഇനി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വീഡിയോയുടെ അവസാനം 2,000 rupees ഒരു കൂപ്പൺ കോഡ് തരുന്നുണ്ട്. ആ ഒരു കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് പിക്സ്പാക്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്ടർ പർച്ചേസ് ചെയ്യുമ്പോൾ 2,000 രൂപ ഡിസ്കൗണ്ട് കിട്ടും. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യം തോന്നിയാൽ 2,000 രൂപ ആ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. കൂടുതൽ സംസാരിച്ച് ഞാൻ സമയം കളയുന്നില്ല. നേരെ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇങ്ങനെ വെൽ പാക്ഡ് ആയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് റിസീവ് ആയത്. ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ഇതിന്റെ ഒരു സ്റ്റാൻഡ് ആണ്. ഇത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ആണ്. ഇതിൽ നമുക്ക് പ്രൊജക്ടർ ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അടുത്തായിട്ട് ബോക്സിൽ ഇതേപോലെ ഒരു റിമോട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു പവർ കേബിൾ, ലെൻസ് ക്ലീൻ ചെയ്യാനുള്ള സോഫ്റ്റ് ലെൻസ് ക്ലീനിങ് ക്ലോത്ത് ഉണ്ട്, ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, ഒരു ഡസ്റ്റ് ക്ലീനിങ് ബഡ്സും പിന്നെ നമ്മുടെ മെയിൻ യൂണിറ്റ് ആയിട്ടുള്ള പ്രൊജക്ടറുമാണ് ഈ ഒരു ബോക്സിൽ ലഭിച്ചത്. ഈ പ്രൊജക്ടറിൽ ഡസ്റ്റ് പാർട്ടിക്കിൾ പോയാൽ ഇതിന്റെ ബാക്കിലെ സ്ക്രൂസ് അഴിച്ചിട്ട് ക്ലീനിങ് ബഡ്സ് ഉപയോഗിച്ച് ഇതിൽ പോയ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. മിക്ക കമ്പനിയും ഡസ്റ്റ് വാറണ്ടിയിൽ കവർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഡസ്റ്റ് ക്ലീൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കുന്നത് കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു ഫിൽറ്റർ നൽകിയിട്ടുണ്ട്. ഈ ഫിൽറ്റർ നമുക്ക് ഇവിടെ നിന്ന് ഊരിയെടുക്കാനും ഇത് ആവശ്യമുള്ളപ്പോൾ ക്ലീൻ ചെയ്യാനും സാധിക്കും. ഇനി പ്രൊഡക്റ്റിന്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോളിഡ് ബിൽഡ് ക്വാളിറ്റിയിലാണ് വരുന്നത്. കോമ്പാക്ട് ആയിട്ടുള്ള സൈസ് ആണ്. ചെറിയൊരു ബാഗിൽ ഇട്ടുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. അത്രയ്ക്ക് പോർട്ടബിൾ ആണ്. അതേപോലെ ലൈറ്റ് വെയിറ്റുമാണ്. ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം നല്ല അടിപൊളി നല്ല സോളിഡ് ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റിയിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. പ്രൊജക്ടർ ഇങ്ങനെ സ്റ്റാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് സൈഡിലേക്ക് വേണമെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ പ്രൊജക്ഷനും കുറച്ചുകൂടെ ഈസി ആവും ഇങ്ങനെ സ്റ്റാൻഡിൽ വെച്ച് കഴിയുമ്പോൾ. മാത്രമല്ല ഇതിനോടൊപ്പം ലഭിക്കുന്ന ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് വാൾ മൗണ്ട് ചെയ്തിട്ടും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ കാണുന്നതാണ് ഇതിനൊപ്പം ലഭിച്ചിട്ടുള്ള റിമോട്ട്. ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയും സോളിഡ് ആണ്. ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടിവിയുടെ റിമോട്ട് ഒക്കെ പോലെ തോന്നും. ബിൽഡ് ഇൻ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആപ്സ് ഈ പ്രൊജക്ടറിൽ ഉള്ളത് കൊണ്ട് തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബട്ടൺസ് ഇവിടെ നൽകിയിട്ടുണ്ട്. യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, ഡിസ്നി അങ്ങനെ ഓരോ ഡെഡിക്കേറ്റഡ് ബട്ടൺസ് നമുക്ക് ടിവിയുടെ റിമോട്ടിൽ കാണുന്ന രീതിയിൽ ഈ ഒരു പ്രൊജക്ടറിൽ നൽകിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ആമസോൺ പ്രൈം ആണെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്തൊന്നും പോകേണ്ട കാര്യമില്ല. ജസ്റ്റ് ഈ ഒരു ബട്ടനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആമസോൺ പ്രൈമിലേക്കോ യൂട്യൂബിലേക്കോ ഒക്കെ സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ കണക്ടിവിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ഉണ്ട്. അതേപോലെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ഇതിൽ വരുന്നുണ്ട്. ഈ പ്രൊജക്ടറിൽ വയർലെസ് സ്ക്രീൻ മിററിംഗ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ 3 സൈഡിലും ഫാബ്രിക് കവറിംഗ് ആണ് നൽകിയിട്ടുള്ളത്. ലെൻസ് ഫ്രണ്ടിൽ സെൻട്രലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിനടുത്തായിട്ട് പിക്സ്പാക്കിന്റെ ബ്രാൻഡിംഗ് നൽകിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഫ്രണ്ട് സൈഡിലും ഫിസിക്കൽ ബട്ടൺസ് ഒന്നും തന്നെ നൽകിയിട്ടില്ല. മുകൾ ഭാഗത്തും അതേപോലെ തന്നെ ഫിസിക്കൽ ബട്ടൺസ് ഒന്നുമില്ല. ഇനി ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ വെന്റ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ സ്പീക്കർ പ്ലേസ് ചെയ്തിരിക്കുന്നതും ബാക്ക് സൈഡിലാണ്. ഇവിടെ തന്നെയാണ് പവർ ബട്ടൺ കാണാൻ സാധിക്കുന്നത്. അതിനടുത്തായിട്ട് ഒരു USB പോർട്ട് നൽകിയിട്ടുണ്ട്. ഒരു 3.5 mm ഹെഡ്ഫോൺ ജാക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഒരു HDMI പോർട്ടും ഇതിന്റെ ബാക്ക് സൈഡിൽ നൽകിയിട്ടുണ്ട്. ഇതിന്റെ താഴെയായിട്ടാണ് പവർ ഇൻപുട്ട് പോർട്ടും നൽകിയിരിക്കുന്നത്. ഇനി പ്രൊഡക്റ്റിന്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കമ്പനി പറയുന്നത് ഈ ഫുൾ HD പ്രൊജക്ടറിൽ 11,000 ലൂമൻസിന്റെ ബ്രൈറ്റ്നസ് ഉണ്ടെന്നാണ്. അതേപോലെ തന്നെ 20,000:1 ഡൈനാമിക് കോൺട്രാസ്റ്റ് റേഷ്യോയിലുമാണ് ഈ പ്രൊജക്ടർ വരുന്നത്. ഓഡിയോ ഔട്ട്പുട്ടിനായിട്ട് 5 വാട്ട്സിന്റെ സ്പീക്കേഴ്സ് ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഈ പ്രൊജക്ടർ വരുന്നത് Android 13 വെയിൽ OS-നൊപ്പമാണ്. കമ്പനി ഈ പ്രൊജക്ടറിന്റെ LED ലാമ്പ് ലൈഫ് പറയുന്നത് 40,000 hours ആണ്. 110 വാട്ട്സ് ആണ് മാക്സിമം ഈ ഒരു പ്രൊജക്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് കറണ്ട് കൺസ്യൂം ചെയ്യുക. ഇനി ഈ പ്രൊജക്ടറിന്റെ പെർഫോമൻസും സെറ്റപ്പും ഒക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. സെറ്റപ്പ് ചെയ്യാനായിട്ടൊക്കെ വളരെ ഈസിയാണ്. ഇതേപോലെ സ്റ്റാൻഡിൽ വെച്ച് ഇതിന്റെ പൊസിഷൻ ഒന്ന് സെറ്റ് ചെയ്യുക. പൊസിഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഇതിൽ കീ സ്റ്റോൺ കറക്ഷൻ ഓൾറെഡി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് മാനുവലിയും കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കീ സ്റ്റോൺ കറക്ഷൻ ഉള്ളതുകൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ പൊസിഷൻ ഇതിന്റെ ലെവൽ കറക്റ്റ് ആയിട്ട് വന്നോളൂ. മാത്രമല്ല ഇതിന്റെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് റിമോട്ടിൽ തന്നെ ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺസ് നൽകിയിട്ടുണ്ട്. ഇതിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും വളരെ എളുപ്പത്തിൽ. കാരണം നമുക്ക് സിസ്റ്റത്തിന്റെ മറ്റ് സെറ്റിംഗ്സിലോട്ടൊന്നും പോകാതെ റിമോട്ടിൽ തന്നെ നമുക്ക് ഫോക്കസ് അഡ്ജസ്റ്റ്മെന്റ് സാധിക്കും. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി.
തോന്നിയ ഒരു കാര്യമാണ്. ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുള്ള പ്രൊജക്ടറിലൊന്നും ഇങ്ങനെ ഒരു ഫീച്ചർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഫോക്കസ് അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി പല ക്ലിക്കുകൾ ചെയ്യേണ്ട കാര്യമില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഇതിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ബിൽഡ് ഇൻ ആപ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫയർ TV സ്റ്റിക്ക് ഒന്നും ഇതിൽ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ഈ പറയുന്ന എല്ലാ OTTയിലും നമുക്ക് ഫുൾ HD തന്നെ കണ്ടന്റുകൾ കാണാനായിട്ട് സാധിക്കും. എല്ലാ ആപ്സിലും ഫുൾ HD റെസൊല്യൂഷൻ ആയിരിക്കും ഇതിൽ ഷോ ചെയ്യുക. മാത്രമല്ല USB പോർട്ട് വഴി പെൻ ഡ്രൈവും ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഫുൾ HD വീഡിയോസ് ഒക്കെ നന്നായിട്ട് പ്ലേ ചെയ്യാനും സാധിക്കും. ഇനി ഈ പ്രൊജക്ടറിന്റെ ബ്രൈറ്റ്നെസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൈസ് സെഗ്മെന്റിൽ വരുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രൈറ്റ്നെസ് നൽകുന്ന പ്രൊജക്ടറുകളിൽ ഒരെണ്ണമാണിത്. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഇത്രയും ബ്രൈറ്റ്നസും ഇത്രയും ക്ലാരിറ്റിയും ഇത്രയും ക്വാളിറ്റിയും ഇതിനേക്കാളും വില കൂടിയ പ്രൊജക്ടറിലാണ് സാധാരണ നമുക്ക് കിട്ടാറുള്ളത്. 15,000 രൂപയുടെ മുകളിൽ കിട്ടുന്ന പ്രൊജക്ടർ കിട്ടുന്ന അത്രയും ക്വാളിറ്റി നമുക്ക് 15,000 രൂപയുടെ താഴെ കിട്ടുന്ന ഈ പ്രൊജക്ടറിൽ ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിന്റെ കളർ റീപ്രൊഡക്ഷൻ നോക്കിയാൽ നാച്ചുറൽ കളർ ആണ് നമുക്ക് ഈ ഒരു പ്രൊജക്ടറിൽ കിട്ടുക. നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു സിനിമാറ്റിക് വിഷ്വൽ എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊജക്ടറിൽ നിന്ന് 100% നിങ്ങൾക്ക് അത് കിട്ടും. അത്ര നല്ല ക്ലാരിറ്റിയും ക്വാളിറ്റിയും ഈ ഒരു പ്രൊജക്ടറിൽ നിന്നുള്ള വിഷ്വൽസിന് നമുക്ക് ലഭിക്കുന്നു. ഈ പ്രൈസ് റേഞ്ചിലൊക്കെ ഉള്ള മിക്ക പ്രൊജക്ടറിന്റെയും ഓഡിയോ ക്വാളിറ്റി ഒന്നും അത്ര നല്ലതായിരിക്കത്തില്ല. 3 വാട്ട്സിന്റെയും 5 വാട്ട്സിന്റെയും ഒക്കെ സ്പീക്കേഴ്സ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഇതിൽ 5 വാട്ട്സിന്റെ സ്പീക്കറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ ഓഡിയോ ഔട്ട്പുട്ട് സാമാന്യം നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. നമ്മളൊരു ഹോം സെറ്റപ്പിലാണ് ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്, സൗണ്ട് ബാറോ അല്ലെങ്കിൽ സ്പീക്കേഴ്സോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഇതിൽ നിന്നുള്ള സൗണ്ട് ഔട്ട്പുട്ട് സാമാന്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ സൗണ്ട് ബാർ ഒക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുക. ഇനി ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. എത്രയും ക്വാളിറ്റിയിലുള്ള ഒരു സൗണ്ട് ഔട്ട്പുട്ട് ആണ് ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പുള്ളി ഇനി വണ്ടി കൊണ്ട് മുങ്ങിയതല്ലോ, പുള്ളിയെ കണ്ടാലേ ഒരു കള്ളാവേശമായിരുന്നു. ഇതിൽ 1 GB റാമും 8 GB സ്റ്റോറേജുമാണ് വരുന്നത്. ഈ ഇത്രയും സ്റ്റോറേജിൽ നമുക്ക് ആവശ്യമുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ആപ്സും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇതിന്റെ UI വളരെ സ്മൂത്ത് ആണ്. സ്റ്റക്ക് ആകുകയോ അല്ലെങ്കിൽ ലാഗ് ആകുകയോ അങ്ങനെയൊന്നുള്ള പ്രശ്നങ്ങൾ ഞാൻ ഉപയോഗിച്ച സമയങ്ങളിലൊന്നും ഇതിൽ തോന്നിയിട്ടില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള UI ആണ് ഇതിൽ വരുന്നത്. മൊത്തത്തിൽ പറഞ്ഞു വരുമ്പം ഈ പ്രൈസ് റേഞ്ചിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊജക്ടറുകളിൽ ഒരെണ്ണമാണ് ഇപ്പം എന്റെ കയ്യിലിരിക്കുന്ന, നിങ്ങളിപ്പം റിവ്യൂവും അൺബോക്സിംഗും ഒക്കെ കണ്ട ഈ ഒരു പ്രൊജക്ടർ. ഇപ്പം മാർക്കറ്റിൽ 15,000 രൂപയുടെ മുകളിൽ കിട്ടുന്ന പല പ്രൊജക്ടറുകളിൽ ലഭിക്കാത്തത്രയും ക്വാളിറ്റി, പിക്ചർ ക്വാളിറ്റി നമുക്ക് ഈ ഒരു പ്രൊജക്ടറിൽ 15,000 രൂപയുടെ താഴെ ലഭിക്കുന്നുണ്ട്. ഞാൻ ഇതിൽ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം അങ്ങനെ ഒരുമാതിരിപ്പെട്ട OTT പ്ലാറ്റ്ഫോമുകളൊക്കെ റൺ ചെയ്യിപ്പിച്ച് നോക്കി. അതേപോലെ USB കണക്ട് ചെയ്തുകൊണ്ട് മൂവീസ് ഒക്കെ പ്ലേ ചെയ്ത് നോക്കി. എല്ലാം തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളി ക്വാളിറ്റിയിൽ ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ പ്രൊഡക്റ്റ് റിവ്യൂ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ കമന്റ് സെക്ഷനിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട് ഇതിന്റെ വാറന്റിയെ കുറിച്ച് എന്നാ കൂടുതൽ സംസാരിക്കാത്തതെന്ന്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ പിക്സ്പാക്കിന്റെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ വാറന്റിയെ കുറിച്ചുകൂടെ പറയാം. ഇതിന്റെ വാറന്റി 1 ഇയർ ആണ് വരുന്നത് ഈ ഒരു പ്രൊഡക്റ്റിന്. അപ്പം 1 ഇയറിനുള്ളിൽ ഇതിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഈ ഒരു സാധനം പിക്ക് ചെയ്യുകയും അതിനുശേഷം അത് ശരിയാക്കിക്കൊണ്ട് തിരിച്ച് നമുക്ക് തരികയും ചെയ്യും. അതിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും, ചാർജ് ഒന്നും ഉണ്ടാകത്തില്ല ഈ 1 ഇയറിനുള്ളിൽ. 1 ഇയറിന് ശേഷമാണ് കംപ്ലൈന്റ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ അത് വാറന്റി പീരീഡ് ആയിരിക്കത്തില്ല, അതിന് സർവീസ് കോസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് വീട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോയിട്ട് അവരത് റിപ്പയർ ചെയ്ത് തിരിച്ചു കൊണ്ടുതരും. ആ ഒരു ടൈമിൽ അതിന് എത്ര രൂപയാണോ ചെലവാകുന്നത് ആ ഒരു എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ, എല്ലാ കമ്പനികളും അങ്ങനെ തന്നെയാണ്. പിക്സ്പാക്ക് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ് വാറന്റിയുടെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ വെക്കുന്ന ഒരു കമ്പനിയാണ്. ഞാൻ കമ്പനിയുമായിട്ട് സംസാരിച്ച സമയത്ത് അവർ ആ ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. വാറന്റി കറക്റ്റ് ആയിട്ട് 1 ഇയർ വാറന്റിയും അതിനുശേഷവും എന്ത് രീതിയിലുള്ള സർവീസ് ഉണ്ടെങ്കിലും അവരത് പ്രോപ്പർ ആയിട്ട് ചെയ്തു തരും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. പിക്സ്പാക്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ പ്രൊജക്ടർ വാങ്ങുന്ന സമയത്ത് ക്യാഷ് ഓൺ ഡെലിവറിയും അവിടെ അവൈലബിൾ ആണ്. COD ആണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നതെങ്കിൽ 1000 rupees നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. എങ്ങനെ നിങ്ങൾ പർച്ചേസ് ചെയ്തെന്ന് പറഞ്ഞാലും സ്ക്രീനിൽ കാണുന്ന ക്യാംഡ് എന്ന് പറയുന്ന ഈ ഒരു കൂപ്പൺ കോഡ് പർച്ചേസ് ടൈമിൽ നിങ്ങൾ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2000 rupeesന്റെ ഡിസ്കൗണ്ട് കിട്ടും. ഈ ഒരു പ്രൊഡക്റ്റിന്റെ വില 14,999 രൂപയാണ്. നമ്മുടെ ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 12,999 രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ പ്രൊജക്ടർ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. ആമസോണിലൊക്കെ നല്ല റേറ്റിംഗ് ഉള്ള പ്രൊജക്ടർ ആണ്. ഞാനിവിടെ സ്ക്രീൻഷോട്ട് അതിന്റെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആമസോണിന്റെയും ഫ്ലിപ്കാർട്ടിന്റെയും ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ എല്ലാം ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് 2000 rupeesന്റെ ഡിസ്കൗണ്ട് കിട്ടത്തുള്ളൂ. ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോളുക. അപ്പോൾ 15,000 രൂപയുടെ താഴെ നിങ്ങൾ ഒരു അടിപൊളി പ്രൊജക്ടർ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമന്റുകളായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കണ്ട. ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇതിലും നല്ലൊരു അൺബോക്സിംഗും റിവ്യൂ ഒക്കെ ആയി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.